സ്കൂൾ മുറ്റത്ത് ഉപയോഗശൂന്യമായി കിടന്നയിടം പൂപ്പാടവും പച്ചക്കറിത്തോട്ടവും ഒരുക്കി ഓണത്തെ വരവേൽക്കുകയാണ് തിരുവനന്തപുരം കുളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കതിർ എന്ന കുട്ടി കർഷക കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ബന്ദിപ്പൂപ്പാടവും പച്ചക്കറിത്തോട്ടവും ഒരുക്കിയിരിക്കുന്നത്. സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന് മുന്നിൽ ഉപയോഗശൂന്യമായി കിടന്ന ഇടങ്ങളാണ് കൃഷിക്കായി തെരഞ്ഞെടുത്തത്. സ്കൂളിലെ അധ്യാപികയായ മിനിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത 20 വിദ്യാർത്ഥികളാണ് കൃഷിപ്പാടം ഒരുക്കിയിരിക്കുന്നത്. ബന്ദിപ്പൂക്കൾക്ക് പുറമെ കത്തിരി, വഴുതലൻ, വെണ്ട, ചീര, 1 മീറ്റർ അധികം നീളത്തിൽ വളരുന്ന മീറ്റർ പയർ, തക്കാളി, മധുരക്കിഴങ്ങ് തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ജൈവവളങ്ങളാണ് ഇതിന് എല്ലാ പച്ചക്കറിക്കും ഞങ്ങൾ ജൈവവളമാണ് കൊടുക്കുന്നത്. ഈ വളം കൊടുക്കുന്നതുകൊണ്ട് നല്ല പുഷ്ടിയുള്ള നല്ല വിളവ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നതും. ഈ വിളവുകളെല്ലാം നമ്മൾ സ്കൂളിലെ ഉച്ചഭക്ഷണ പരിപാടിക്കാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് ജൈവ പച്ചക്കറികളെല്ലാം നമ്മുടെ ക്ലാസ്സിലും കുട്ടികൾക്കും എല്ലാം വീടുകളിലും കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി ഒരുക്കിയിരിക്കുന്നത്. സ്കൂളിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ 1 ഏക്കർ ഭൂമിയിൽ നെൽകൃഷിയും ഈ കുട്ടി കർഷകർ കൃഷി ചെയ്തിട്ടുണ്ട്. വിളവെടുക്കുന്ന പച്ചക്കറികൾ സ്കൂളിലെ പാചകശാലയ്ക്കും അധികമായി വരുന്നവ ആവശ്യക്കാരായ വിദ്യാർത്ഥികൾക്കും കൈമാറുകയാണ് രീതി. കതിർ കാർഷിക ക്ലബിലെ അംഗമായ അഖിലേഷ് സ്കൂളിൽ നിന്ന് പഠിച്ച കൃഷിരീതി വീട്ടിൽ പരീക്ഷിച്ച് വിജയിച്ച് കഴിഞ്ഞ കർഷക ദിനത്തിൽ പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകനായി തിരഞ്ഞെടുത്തിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ പഠിച്ച ഭാഗമായിട്ടാണ് വീട്ടിൽ കൃഷി ചെയ്തത്. പിന്നെ ഇവിടുത്തെ എല്ലാം കൂടെ ചേർത്ത് പഞ്ചായത്ത് ഇതെല്ലാം വന്നൊന്ന് നിരീക്ഷിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ചിങ്ങ വന്ന കർഷക ദിനത്തിൻ്റെ അന്ന് എനിക്ക് പഞ്ചായത്തിൽ നിന്നും ഒരു കുട്ടി കർഷകനുള്ള ഒരു മൊമെൻറ്റം കിട്ടിയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ടാണ്, പഞ്ചായത്തായിരുന്നാലും ടീച്ചറായിരുന്നാലും സ്കൂളായിരുന്നാലും. പ്രതീക്ഷിതത്തിലും വിളവ് ലഭിച്ച സന്തോഷത്തിലാണെങ്കിലും വിളകളിൽ നനയ്ക്കാനുള്ള ജലസേചന സൗകര്യമില്ലാത്ത ബുദ്ധിമുട്ടുകളും ഈ കുട്ടി കർഷകർ പങ്കുവയ്ക്കുന്നു. വെള്ളം നമ്മൾ കോരി കൊണ്ടുവന്നാണ് ഇവിടെയൊക്കെ ഒഴിക്കുന്നത്. ഇവിടെ വെള്ളം കിട്ടാൻ കുറവാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് എടുത്തുകൊണ്ടുവന്നാണ് ഒഴിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.